കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തി. 6 കിലോമീറ്റർ ദൂരത്തിൽ അറക്കുമത്തി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. വഴി തെറ്റിയത് ആനയെ കണ്ടപ്പോഴെന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ പറയുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആണ് ഇവരെ കാണാതായത്. അതുമുതൽ നമ്മളെല്ലാം ഉറ്റുനോക്കിയിരുന്നത് ഇവരുടെ കണ്ടെത്തിയെന്നുള്ള വാർത്തയ്ക്ക് വേണ്ടിയായിരുന്നു. എന്തായാലും രാവിലെയോടുകൂടി അവരെ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അവർ എന്താണ് പറയുന്നത്? നിഖിൽ, അവരെല്ലാവരും തന്നെ വലിയ ഒരു ആശ്വാസ തീരത്തേക്ക് തന്നെയാണ്. അത് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും തന്നെ മണിക്കൂറുകൾ നീണ്ട, ഏതാണ്ട് 17 മണിക്കൂറോളം നീണ്ട ആ ആശങ്കയ്ക്കാണ് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നു. ആ ഒരു സന്തോഷത്തിന്റെ നിമിഷം ഒടുവിൽ വന്നെത്തി. അതിന്റെ ആദ്യ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ അവർ വന്നിറങ്ങുന്ന സമയത്ത് കണ്ടത്. അതിൽ 3 പേരും പറഞ്ഞത് വലിയ ഒരു ആശ്വാസമുണ്ട്, അവിടെ പെട്ടുപോയി അത് ഒരു വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയായിരുന്നു, എന്നാൽ അതിനെ തരണം ചെയ്ത് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് രക്ഷപ്പെട്ടെത്തിയ മായയുടെ പ്രതികരണം എടുത്തിരുന്നു. അവരുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തെ കാണുന്നത്? നല്ല മുഴുവൻ കാത്തിരിപ്പിന് വിരാമമായി വളരെ സന്തോഷമുണ്ട്. ഇത് ഏത് ഭാഗത്ത് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലം തന്നെ, നമ്മളൊക്കെ പോകാറുള്ള സ്ഥലം? ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരം വരും. അതിനപ്പുറം പൂയൻകുട്ടിയ, അതിന്റെ അപ്പുറം സൈഡ് പൂയൻകുട്ടിയ, ആ മലയുടെ അതിന്റെ ഇപ്പുറം ആ മലയുടെ മുകളിൽ വരെ ചെന്നു. കൃത്യ സ്ഥലം ഏതാണ് അവരുണ്ടായിരുന്നത്? അറക്കമുത്തി. അവിടുത്തെ പാറയുടെ മുകളിലാണോ ഉണ്ടായിരുന്നത്? അവിടെ പാറയുടെ മുകളിൽ ഇരിക്കുവായിരുന്നു. 3 പേര് ഒരുമിച്ചായിരുന്നു? 3 പേര് ഒരുമിച്ചായിരുന്നു. രാവിലെ വിളിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു. രാത്രിയൊക്കെ വിളിച്ചൊന്നും ഫോൺ കിട്ടിയില്ല. രാവിലെ വിളിച്ചപ്പോൾ കിട്ടി. ഇവര് എത്ര മണിയോട് കൂടി തിരിച്ചു വരുമ്പോഴാണ് ഈ ആനക്കൂട്ടത്തെ കണ്ടത്? ഇവരൊരു 2:30 വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്നതാണ്. അന്നേരമാണ് ഉച്ചയ്ക്ക് 2:30 തന്നെ എത്തി. എന്നിട്ട് ഇവിടെ നിന്ന് മാറിപ്പോയി ആനയെ കണ്ടപ്പോൾ. ഇവിടെ അടുത്ത് വെച്ച് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം വെച്ച് ആനയെ കണ്ടതാ. അവിടെ നിന്ന് മാറി വഴി മാറി അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വന്നതിന് പേര് അങ്ങോട്ട് പോയി. 3 പേര്. ഇവരൊക്കെ അവിടെ പോകുന്ന ആൾക്കാർ തന്നെയായിരുന്നു മുമ്പ്? ഒരു ചേച്ചിക്ക് മാത്രം, എൻ്റെ പെങ്ങൾക്ക് മാത്രമാണ് ശരിക്കും വഴി അറിയാവുള്ളൂ, കാടറിയാവുള്ളൂ. പാർക്കുട്ടി എന്ന് പറഞ്ഞ ചേച്ചി. പാർക്കുട്ടി ചേച്ചി ഇവിടെ ജനിച്ചു വളർന്നതാണ്. മറ്റു 2 പേരും അടിമാലിയിൽ നിന്ന് കെട്ടിക്കൊന്നല്ല ഞാൻ ബൈക്കിൽ. ഒരാള് കോപ്പാരെന്നത്, ആ ചേച്ചിക്ക് അറിയില്ല വഴി. 3 പേരും അടുത്ത ബന്ധുക്കൾ തന്നെയല്ലേ? ഒരാൾ അയൽവക്കത്തുള്ള ചേച്ചി, മറ്റേ നാത്തൂനും എൻ്റെ പെങ്ങള ഒരാൾ. എന്തായാലും എല്ലാവരുടെയും ആരോഗ്യനിലയൊക്കെ വളരെ തൃപ്തിയാണ്. ആരാപ്പം കൊണ്ടുപോയേക്കണ ആംബുലൻസിൽ? ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ആംബുലൻസിൽ. ആരോഗ്യനില അടക്കം വലിയ തൃപ്തികരമാണ് എന്ന കാര്യം തന്നെയാണ് വലിയ ഒരു ആശ്വാസമാകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മായ അവർ തിരിച്ചു വന്ന സന്തോഷത്തിൽ അവരുമായി അടുത്ത ബന്ധുക്കളടക്കം സംസാരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. മായ ചേച്ചി ഒന്ന് മുന്നോട്ട് വരുമോ? ഇതിന്റെ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് ഏറ്റവും കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നത് മായ ചേച്ചിക്കാണ്. ചേച്ചി, എങ്ങനെയായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? എത്ര മണിക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഈ പശുവിനെ തിരഞ്ഞു പോകുന്നതൊക്കെ? ഞങ്ങളൊരു 11:30 പോയി. രാവിലെ 11:30 പോയി. അതിനുശേഷം 3 പേര് ഒരുമിച്ച് ഒരുപാട് ദൂരം? ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഒരുപാട് ദൂരം പോയി. എത്ര മണിക്കാണ് ഈ ആനക്കൂട്ടത്തെ നിങ്ങൾ കാണുന്നത്? ആനക്കൂട്ടത്തെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആനേനെ കണ്ടു. അതൊരു കൊമ്പനെ കണ്ടു. അപ്പോൾ പയ്യെ അതങ്ങ് മാറി കിടന്നപ്പോൾ ആ പുറകെ നടന്നങ്ങ് ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കടന്നു പോരാൻ പറ്റാതെ വന്നു. തിരിഞ്ഞു മാറിയ പോയി. ആ വഴി അറിയാതെ പോയതല്ല, നമുക്ക് ആനേനെ പേടിച്ചിട്ട് മാറി നടന്നതാ. മാറി നടന്നു കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്ന് കടന്നു പോരാൻ പറ്റാതെയായിപ്പോയി. കടന്നു വരാൻ പറ്റാതെയായി. അങ്ങനെ നമ്മള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടന്നു വരാൻ പറ്റൂല. പിന്നെ നമ്മൾ സുരക്ഷിതമായി കയറി ഇരുന്നല്ലോ. അങ്ങനെ മേളിൽ കയറി ആശുപത്രി പോകണമെന്ന് ചോദിച്ചു. വേണ്ട ആശുപത്രി പോകണം. ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. പശു തൊഴുത്തിലുണ്ട്. പുറത്തുണ്ട്.
രണ്ടുപേരും നടന്നു വരാൻ ഓക്കെ ആയിരുന്നോ? ചേച്ചിക്ക് ഷുഗറൊക്കെ ഉള്ളതാ. ചേച്ചിക്ക് നാത്തൂന് വേണ്ട, എനിക്ക് വേണ്ട. ചേച്ചിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്. ചേച്ചിക്ക് വയ്യായിരുന്നു, നടന്നു വരാൻ വയ്യ. ഇന്നലെ നടന്നു അങ്ങോട്ടൊക്കെ നടന്നതിൻ്റെ വയ്യായിക കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു പോരാനും പറ്റാത്തത്. അപ്പം നേരം വെളുക്കുമ്പോൾ ആണെങ്കിൽ ചേച്ചി ഇച്ചിരി ഓക്കെ ആവുമല്ലോ. അങ്ങനെ നടന്നു പോന്നു. ക്ഷീണം ഉണ്ടാക്കുക നന്നായിട്ട്. ഇപ്പൊ നേരത്തെ ഡാർലി ചേച്ചിയൊക്കെ പറഞ്ഞത് നിങ്ങളൊരു പാറയുടെ മുകളിൽ വലിയ കയറുമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, താഴെ കൂട്ടത്തോടെ ആനകൾ ഉണ്ടായിരുന്നു, വലിയ പാറയുടെ മുകളിലേക്കായിരുന്നു അത്. വലിയ പാറയായിരുന്നു. വലിയ പാറയിൽ അങ്ങനെ തന്നെ കയറുമായിരുന്നു. ഒരു കോല് ചാരി കൊണ്ടൊക്കെ എങ്ങനെ കയറാൻ പറ്റിയ ആൾക്കൊക്കെ എങ്ങനെ പിടിച്ച് കയറാൻ പറ്റിയത്? ഞങ്ങൾ കയറ്റി വലിച്ച് കയ്യെ പിടിച്ച് കയറ്റി. അവിടെ എത്ര മണി തൊട്ടാ പാറക്കൂട്ടത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്? അവിടെ ഒരു 5 മണിക്ക് മുമ്പായി. 4 മണിയൊക്കെ ആയപ്പോ മുതൽ പാറക്കൂട്ടത്തിന്റെ മുകളിലായിരുന്നു. ഇപ്പൊ തിരിച്ചു വരുന്നത് വരെയും തിരിച്ചറിഞ്ഞു. മരപ്പത്തിന്റെ അടുത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതല്ലേ അത്? പക്ഷെ സുരക്ഷിതെല്ലാം തോന്നിയപ്പോഴാണ് പാറയിലേക്ക് മാറിയത്. സുരക്ഷിതല്ലാതെ തോന്നിയപ്പോൾ പാറയിലേക്ക് മാറിയത്. ഈ ആന കൂട്ടത്തോടെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. മാറാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ല, മാറാനൊരു സാഹചര്യം ഉണ്ടായില്ല. മാറാൻ ഇന്ന് രാവിലെ നേരം വെളുത്ത് മാറിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അവരവിടെ ഓടിച്ചു നേരിച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെളുപ്പിനായപ്പോ മാറിപ്പോയത്. പിന്നെ ഇരുട്ടായില്ലേ, വെട്ടം വീഴാതെ ഇറങ്ങി പോരാൻ പറ്റുമല്ലോ. അങ്ങനെ വെട്ടം വീണപ്പോ ഞങ്ങൾ ഇറങ്ങി പോകും. അപ്പത്തേക്ക് അവര് അങ്ങോട്ട് വന്നു. മകനെ കണ്ടപ്പോ സന്തോഷം തോന്നി. ചേട്ടന്റെ ഓർത്തായിരുന്നു. എനിക്ക് പേടിയൊന്നും, എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് വീട്ടിലെ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. വീട്ടിലെ കാര്യമാണ്. കാരണം മൊബൈലിൽ റേഞ്ച് ഇല്ലാതെ വന്നു, റേഞ്ച് വിളിക്കാൻ പറ്റാതെ വന്നു. അപ്പൊ വീട്ടില് ചേട്ടന് സുഖം ചേട്ടയുടെ കാര്യമായിരുന്നു ചിന്ത. ഫോൺ ഓഫ് ആവാതെ കയറുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടും മാറിയിട്ടുണ്ട് അല്ലേ? ഫോൺ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നു. ആർക്കമത്തി. ആനയുടെ കയ്യെത്തില്ലാത്ത സ്ഥലമല്ലേ? ആനയുടെ കയ്യെത്തില്ലാത്ത സ്ഥലമല്ലേ? ആനയുടെ കയ്യെത്തില്ല. ഈ പാറന്റെ മുകളിൽ നിന്ന് ആനയുടെ എത്തൂല. അങ്ങനെയുള്ള പാറയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ കയറിയാലാണ് സുരക്ഷിതം ഉറപ്പാക്കിയിരുന്നത്. കാടറിയുന്ന ആളായിരുന്നു ചേച്ചിക്ക്. കുറച്ചൊരു എനിക്കറിയാം. ഇവിടെ ഈ പറഞ്ഞ സ്ഥലം ഞാൻ അറിയും. ഞങ്ങള് സ്ഥിരം പണിതുകൊണ്ട് കിടക്കുന്ന സ്ഥലം അവിടെയൊക്കെ. കാട്ടിലൊരു കൂവയൊക്കെ ഇല്ലേ, കൂവയൊക്കെ കുത്താൻ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ കൃത്യമായ സ്ഥലമാണ്. പിന്നെ ഈ വനം വെട്ടിയ മുതൽ ഈ വനം തെളിച്ച് പ്ലാന്റേഷൻ സാറന്മാര് ഈ തേക്കും തൈ വെച്ചില്ലേ, ഈ തേക്കും തൈ വെച്ചപ്പോ ഒക്കെ ഞാനുണ്ട്. അപ്പൊ എനിക്ക് നല്ല പരിചയമുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിച്ചത് അവള്, ഞാൻ വരട്ടെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു വരണ്ട ചേച്ചി ഇവിടെ ഒന്ന് ജോലി ചെയ്തോന്ന് പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ് കാണുന്നത്. ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവനിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകൂടി അവരുടെ എല്ലാം ഒരു സന്തോഷ നിമിഷങ്ങൾ അത് പങ്കുവയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ കണ്ടത്. ഇപ്പോൾ അവരുടെ ആ ആശ്വാസ തീരത്ത് മായും ഭർത്താവും അവർ ഒരു ആശങ്കയുടെ നിമിഷങ്ങളെക്കുറിച്ചെല്ലാം പരസ്പരം സംസാരിക്കുന്നു. നിരവധി ഫോൺ കോളുകൾ മായയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം തന്നെ കാരണം എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. യാതൊരു ആപത്തും വരുത്താതെ തിരിച്ച് എത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ആരാധനാലയങ്ങളിലടക്കം അത്തരം പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഒരു നാടാകെ ഒരുമിച്ച് നിന്നു ഈ ഒരു തിരച്ചിലിൽ. ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങളും വനംവകുപ്പ് അടക്കമുള്ള മറ്റു സംവിധാനങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി മാറി എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരച്ചിലിന് ശേഷം അതിലെ സംഘാംഗങ്ങൾ പലരും മടങ്ങുന്ന ഒരു കാഴ്ച ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. മറുഭാഗത്ത് അതേ സമയത്ത് തന്നെ ഇപ്പോൾ മായയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഉള്ളത്. മായയുടെ കൈവശമായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. ഈ ഫോണിലാണ് അടുത്ത ബന്ധുക്കളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ബന്ധപ്പെട്ടിരുന്നത്, അവരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയെല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്നൊരു ആശങ്ക വലുതാണ്. കാരണം സ്വാഭാവികമായും വഴി അറിയുന്ന ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ കാടറിയുന്ന ആളുകൾ തന്നെയാണ് എങ്കിൽ പോലും ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരമൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ കടന്നു പോവുക എന്നത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് വലിയൊരു
പ്രതിസന്ധി ഘട്ടം തന്നെയാണ്. നമ്മൾ ഈ ഭാഗത്ത് തന്നെയാണ്, ഇവിടെയാണ് അവർ തിരിച്ചെത്തിയ ഒരു ഭാഗമെന്ന് പറയുന്നത്. 2 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഭാഗങ്ങളിൽ ഏത് വഴിയിലൂടെയും അവർ തിരിച്ചെത്താമെന്ന ഒരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിന്ന ഒരു ഭാഗത്ത് കൂടി തന്നെയാണ് അവർ ആദ്യം കടന്നു വന്നത്. അങ്ങനെയാണ് ആദ്യ പ്രതികരണങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തത്. അതേ സ്ഥലത്തുകൂടെ കടന്നു വന്നുകൊണ്ട് തങ്ങളുടെ ഒരു കടന്നുപോയ നിമിഷങ്ങൾ, ആശങ്കയുടെ നിമിഷങ്ങൾ, മുൾമുനയുടെ ആ ഒരു നിമിഷങ്ങളെല്ലാം തന്നെ അവർ പങ്കുവച്ചത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഇതിൻ്റെ എല്ലാം ഭാഗമായ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ ഒരു തെരച്ചിൽ സംഘത്തിൻ്റെ ഭാഗമായി ആ വലിയ ഒരു ദൗത്യം പൂർത്തിയാക്കി മടങ്ങി ഉള്ള ആളുകളാണ് അവരെല്ലാവരും തന്നെ എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം അവർക്കെല്ലാം അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു രക്ഷാദൗത്യത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറെ കാര്യങ്ങൾ അവർക്കെല്ലാവർക്കും തന്നെ പങ്കുവയ്ക്കാനുമുണ്ട്. ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? അവര് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായി. അതെ, ഞങ്ങളുടെ ഇരുന്ന പാറയുന്ന ഒരു 300 മീറ്റർ അപ്പുറം അവരും ഉണ്ടായി. അവര് ഞങ്ങളുടെ സൗണ്ടിന് റെസ്പോൺസ് തന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വിചാരിച്ച് നാട്ടുകാരാണോ എന്നുള്ള ഭയം കൊണ്ട് അവര് തിരിച്ചൊന്നും റെസ്പോൺസ് ചെയ്തില്ല. പിന്നെ ആനയുടെ ഒരു പേടി ഉണ്ടായി, അതുകൊണ്ടായിരിക്കും അവർ. ദുഷ്കരമായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് സന്ധ്യ വൈകിയപ്പോഴാണ് നമ്മളും കാട്ടിൽ കയറുന്നത്. അതിനിടയിൽ ഒരാൾക്ക് പാമ്പിന്റെ കടിയേറ്റു. 2 ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ആൾക്ക് മറ്റ് എന്താണെന്നറിയില്ല, 2 ആളുടെയും കൈ നീര് വെച്ചു. പാറപ്പുറത്ത് ചുമ്മാ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങൾ കിടന്ന പാറയ്ക്ക് ചുറ്റും 4 സൈഡിലും ആനയായിരുന്നു. ചുറ്റിനും ആനയായിരുന്നു. ഇന്ന് രാവിലെ ആനയുടെ സാന്നിധ്യം ഒഴിവായതിനു ശേഷമാണ് ഞങ്ങൾ ഇവരെ തിരക്കി വീണ്ടും ഇറങ്ങിയത്. ഞങ്ങൾ ഇന്നലെ 2 മണിക്ക് ആനയുടെ സാന്നിധ്യം ചുറ്റും തിരിച്ചറിഞ്ഞതോടുകൂടി ഞങ്ങൾ പാറപ്പുറത്ത് കയറി സേഫായി ഒരു സ്ഥലത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇന്ന് രാവിലെ അവരെ കണ്ടെത്തിയതോടുകൂടി കണ്ടെത്താൻ വേണ്ടി സെർച്ചിങ് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് അവർ ഓടിയെത്തി. അപ്പോൾ ഞങ്ങൾ വേറെ വെള്ളവും കൊടുത്തു, ഫുഡും കൊടുത്തു. വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. സാറന്മാർ വന്നതിൽ വളരെ സന്തോഷം എന്നാണ് അന്നേരം അവർ പറഞ്ഞത്. പുലർച്ചയോടുകൂടിയാണ് ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയത്. ഇന്നലെ 6 മണിക്ക് തൊട്ട് ഞങ്ങളുടെ വലത് സൈഡും ഇടത് സൈഡും ആനയുണ്ട്. സുരക്ഷിതാണെന്ന് അന്നേരം തന്നെ ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയി. വളരെ ദുഷ്കരമായിരുന്നു ആ ഒരു ദൗത്യം എന്നത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു രക്ഷാ സംഘത്തിലെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. അദ്ദേഹത്തെ അതിവേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് 2 പേർക്കും ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടു. ഇവരിരുന്ന, അതായത് ഈ 3 സ്ത്രീകൾ ഇരുന്ന പാറക്കെട്ടിന് സമീപത്ത് ആനക്കൂട്ടം ഉണ്ടായിരുന്നത് പോലെ തന്നെ തൊട്ടടുത്തായിരുന്നു ഈ രക്ഷാ ദൗത്യത്തിനായി പോയ സംഘങ്ങളും ഉണ്ടായിരുന്നത്. അവർ നിന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നില്ല. ഈ കാട്ടാനക്കൂട്ടം മാറിയതിന് ശേഷം മാത്രമായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ പോലും കഴിയുക. കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മുമ്പ് വലിയ കാട്ടാന ശല്യങ്ങളൊന്നും ആ സമയങ്ങളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറേ നാളുകളായി ഇതാണ് ഒരു അവസ്ഥ, അല്ലെങ്കിൽ സാഹചര്യം എന്ന കാര്യം അവർ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത്, കാരണം മുമ്പ് പോയിരുന്ന, അല്ലെങ്കിൽ പ്രായമായ ആളുകളടക്കം മുമ്പ് ഈ ഒരു വനമേഖലയിലടക്കം പോയിരുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നേരത്തെ എല്ലാം തങ്ങൾ കടന്നു പോയിട്ടുള്ള വഴികളാണ്, പലരും എത്തിപ്പെടാറുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു പ്രദേശം. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. ശരി ജിജീഷ്, എന്തായാലും കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തി അവരെ വീട്ടിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അവിടെ നിന്നും ജിജീഷ് കരുണാകരൻ.